ഹായ് നമസ്കാരം. എൻ്റെ പേര് ഗിരീഷ് കുമാർ. ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഒരു ഇൻറ്റീരിയർ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വെച്ച് ഫോക്സ്ടെയിലിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതുപ്രകാരം ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചൈനയിലെത്താനുള്ള ഒരവസരം അവരൊരുക്കി തന്നു. ചൈനയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ യാത്രയും അതുപോലെ തന്നെ ഇവിടെയുള്ള താമസമൊക്കെ വളരെ സുഖമായിരുന്നു. ഞങ്ങളോട് പറഞ്ഞത് 3 സ്റ്റാർ ഹോട്ടൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഹോട്ടൽ എന്ന രീതിയിൽ. പക്ഷേ ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഹോട്ടലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് അക്കാര്യത്തിൽ. ഞങ്ങളൊരു 3 പേരാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് ബെന്നി. പുള്ളി വേറൊരു മേഖലയിലാണ്. പുള്ളി ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. പിന്നെ വേറെയുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ബോസ്. ഞങ്ങൾ 3 പേരാണ് ഈ കാൻറ്റൺ ഫയറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാൻറ്റൺ ഫയറിലേക്ക് വരാനുള്ള കാരണവും അതുപോലെ തന്നെ ഇത്രയും സുഖമായിട്ട് നമുക്ക് എത്തിച്ചേരാനുള്ള ആളും ഫോക്സ്ടെയിലിൻ്റെ വളരെ നല്ല പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഒരു സമയത്ത് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുപോലെ തന്നെ കാൻറ്റൺ ഫയർ പോവുകയും അങ്ങനെ നല്ല ഇൻറ്റീരിയർ മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് ബന്ധപ്പെടാൻ പറ്റുകയും ചെയ്തു. ഞങ്ങൾ അവരെ കമ്പനി വിസിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഡീല് ക്ലോസ് ചെയ്യാനും പറ്റി. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ചെറുകിട ഇൻറ്റീരിയർ സ്ഥാപനങ്ങൾ അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന എത്രയോ കമ്പനികളുണ്ട്. അവർക്കൊക്കെ ചൈനയിലേക്ക് വരിക, അതിനായിട്ട് ഫോക്സ്ടെയിലായിട്ട് ബന്ധപ്പെടുക. അവർ നിങ്ങളെ ഇവിടെ എത്തിക്കുന്നതും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി തരുന്നതായിരിക്കും. ചൈനയുടെ ഡെവലപ്മെൻറ്റുകൾ അതുപോലെ തന്നെ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു വാവ് എന്നുള്ള രീതിയിലാണുള്ളത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ അത് ഗ്രാജുവലി നമുക്ക് 1-2 ദിവസം കഴിയുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റി. പിന്നെ ഇഷ്ടംപോലെ മലയാളി ഫുഡുകൾ അവൈലബിൾ ആണ്. അതുപോലെ മറ്റ് ഫുഡുകളും അവൈലബിൾ ആണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടായില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് പല മാർക്കറ്റും കാണുന്ന സമയത്ത് ഞങ്ങൾ എവിടെയാണോ ഇത് ദുബൈയുടെ ഒരു 10 ഇരട്ടി വലുപ്പമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല മാർക്കറ്റുകളും. അപ്പോൾ ഞങ്ങൾക്ക് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റി. ജീവിതത്തിൽ ഇന്നേ വരെ കാണാതെ പല സാധനങ്ങളും ഇവിടെ കാണാൻ പറ്റി. വളരെ നല്ല അപ്രോച്ചാണ് ഇവിടെയുള്ള ആൾക്കാർ ഉള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. അതിലുപരി ഫോക്സ്ടെയിലായിട്ടുള്ള ഞങ്ങളുടെ ഇതിലും വളരെയധികം ഹാപ്പിയാണ്. താങ്ക് യു.